ഇന്നൊരു ചെറിയ യാത്രയുടെ വന്നിട്ടില്ല കേട്ടോ. എവിടേക്കാണെങ്കിൽ മലമ്പുഴ ഡാമിലേക്കാണ്. നട്ടുച്ച സമയത്താട്ടോ ഡാമിലേക്ക് എത്തിയത്. അങ്ങനെ പുറത്ത് വണ്ടിയൊക്കെ വെച്ചു. 15 രൂപയാണ് വണ്ടിയുടെ പാർക്കിംഗ് ചാർജ്. അതൊക്കെ കൊടുത്ത് ഡാമിനകത്തേക്ക് കയറി. 30 രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ നല്ല കാണുന്ന ഭാഗത്തെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതിന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ ഡാമിൻ്റെ ഒരു വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ ഒരു സൈഡിലൂടെ നടന്ന് ഡാമിൻ്റെ മുകളിലേക്കാണ് കയറാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. റോപ്പ്വേയുടെ തൂണുകളും അതിൽ ഞാൻ കിടക്കുന്ന കുറേ റോപ്പ്വേസും അതിൻ്റെ കൊട്ടകളൊക്കെ അവിടെ കാണാണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. 2:30-ക്ക് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എൻ്റർ ചെയ്യുന്ന ഭാഗത്തുള്ള പൂക്കളും കാര്യങ്ങളൊന്നും കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ ഡാമിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ. അവിടെ മൊത്തം ഈ പറഞ്ഞ പോലെ പുല്ലൊക്കെയാണ്. അങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറി. അധികം കാര്യമായിട്ട് സ്റ്റെപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലൂടെ ആയതുകൊണ്ട് അധികം സ്റ്റെപ്പൊന്നുമില്ല. മുകളിലേക്ക് കയറി. നല്ല വെയിലാണ്. ഈ വെയിലിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഡാമിൻ്റെ മുകളിൽ കാണാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളമുണ്ട് ഡാമിൽ. അങ്ങനെ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കയറി കഴിഞ്ഞ് നമുക്ക് മലമ്പുഴ ഗാർഡൻസിൻ്റെ ഒരു ഏരിയൽ വ്യൂ മൊത്തത്തിൽ കാണാൻ പറ്റും. 2 തൂക്കുപാലങ്ങളും മൊത്തം ചെടികളും. പിന്നെ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഷട്ടറിൻ്റെ അപ്പുറപ്പുറമായിട്ട് 2 ആനകളുടെ തുമ്പിക്കയിൽ നിന്ന് കുറേശ്ശെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു KCBയുടെ വൈദ്യുതി ഉണ്ടാക്കുന്ന ചെറിയൊരു പവർ പ്ലാന്റ് ഇങ്ങനെ കാണാനൊക്കെ പറ്റും. അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതായത് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ടായിരുന്നാണ് എനിക്ക് തോന്നണത്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് ആയതുകൊണ്ട് പിന്നെ കാറ്റിൻ്റെ അധികം ക്ഷാമം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഡാമിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലൂടെ കയറി റൈറ്റ് സൈഡിലൂടെ താഴേക്ക് ഇറങ്ങി. ഡാമിൻ്റെ മൊത്തം ആയിട്ടൊന്നും ആൾക്കാരെ കയറ്റി വിടുന്നില്ല കേട്ടോ. പകുതി എത്തി കഴിഞ്ഞാൽ താഴേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങി. പിന്നെ അടുത്തത് നമുക്ക് ആ കാനായി കുഞ്ഞിരാമൻ്റെ ഒരു യക്ഷി പ്രതിമ കാണണം. അതിനായിട്ട് ആദ്യം ഒരു തൂക്കുപാലത്തിൽ കൂടെ കയറിയപ്പോഴാണ് അവിടെ ഇല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ തിരിച്ച് വീണ്ടും നടന്നു. യക്ഷി പ്രതിമയുടെ അവിടെ എത്തി. സംഭവം കാണാൻ ഭയങ്കര രസമുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആദ്യം കാണുന്ന തൂക്കുപാലത്തിലൂടെ ഡാം ശരിക്കും കാണാൻ വേണ്ടി നടന്നു. അപ്പോൾ ഡാമിൻ്റെ മൊത്തത്തിലൊരു വ്യൂ കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇനി അടുത്ത ലക്ഷ്യം എന്താണെങ്കിൽ നേരെ റോപ്പ് വേ ആണ്. ഡാമിലേക്ക് കയറിയ വഴിയിലൂടെ അല്ലാതെ ഇപ്പുറത്തെ വഴിയിലൂടെ അവിടെ തിരിച്ച് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ ഫൗണ്ടനും പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണം. റോപ്പ് വേയുടെ ടിക്കറ്റൊക്കെ ഡാമിന് പുറത്താണുള്ളത്. അവിടെ നിന്നാണ് അതിൻ്റെ എൻട്രൻസൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ നേരം നടന്നു പുറത്തെത്തി നേരെ റോപ്പ് വേ കയറാൻ വേണ്ടി പോകാം. റോപ്പ് വേയിൽ കയറി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ക്യൂ ആയിരുന്നു അവിടെ. അപ്പോൾ ഓപ്പൺ ആക്കി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റോപ്പ് വേയിൽ കയറിയത്. 71 രൂപയാണ് ടിക്കറ്റ്. ഈ 71ൻ്റെ കണക്ക് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ 70 രൂപേനെ എടുത്തുള്ളൂ. അങ്ങനെ റോപ്പ് വേയിൽ കയറി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ റോപ്പ് വേയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റോപ്പ് വേയിൽ കയറുന്നത്. പിന്നെ റോപ്പ് വേയിൽ കയറാനും ഇറങ്ങാനും ചെറിയൊരു സ്കില്ല് വേണം കേട്ടോ. കാരണം അവരൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ സാധനം നിൽക്കില്ലല്ലോ, ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് ചാടി കയറുന്ന പോലെ കയറും വേണം. ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്കൊന്ന് ഓടി ഇറങ്ങും വേണം. അല്ലെങ്കിൽ നമ്മുടെ മേലൊന്ന് തട്ടും അത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നല്ല ഡാമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. നല്ല രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ഈ റോപ്പ് വേയുടെ ഓരോ തൂണുകൾ എത്തുമ്പോഴും നമ്മളിരിക്കുന്ന കൊട്ട മൊത്തത്തിലൊന്ന് ആടും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. റോപ്പ് വേയിൽ യാത്രയ്ക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ ഒരു അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനൊന്നുമില്ല. നേരെ വീട്ടിലേക്ക്. ബൈ.